നമസ്കാരം. സംസ്ഥാന കോൺഗ്രസിൽ യുവനേതൃത്വ നിര പാർട്ടിയിൽ ഊർജം നിറയ്ക്കുന്നുണ്ടെങ്കിലും സംഘടനാ ദൗർബല്യം ഒരു യാഥാർത്ഥ്യമായി തുടരുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ആ പോരായ്മ പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും ബൂത്ത് തല പ്രവർത്തനങ്ങളെ സംഘടനാ ദൗർബല്യം ബാധിച്ചത് ആവർത്തിക്കാനിടയാക്കും. പാർട്ടിക്ക് നവോന്മേഷം നൽകാൻ കർണാടകയിലെ ബെളഗാവിയിൽ നാളെ നടത്തുന്ന നവസത്യാഗ്രഹ ബൈഠക് പുനഃസംഘടന വേഗത്തിലാക്കാനുള്ള വഴികൾ തേടും. 2025 അവസാനത്തോടെ AICC തലത്തിലടക്കം പുനഃസംഘടന പൂർത്തിയാക്കാനാണ് നീക്കം. സംസ്ഥാനത്തെ സാഹചര്യത്തിൽ സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം വിവിധ വിഭാഗങ്ങൾക്കുള്ള പ്രാതിനിധ്യവും പുനഃസംഘടനയിൽ ഉറപ്പാക്കണം. KPCC, DCC ഭാരവാഹികളുടെ നിലവിലുള്ള ജംബോ കമ്മിറ്റിക്ക് മാറ്റം വരുത്തണമെന്നതും ദീർഘനാളായുള്ള ആവശ്യമാണ്. ജനറൽ സെക്രട്ടറി പദവികളിൽ കൂടുതൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകി പുനഃസംഘടന നടത്താനാണ് നേതൃത്വം ആലോചിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയെ ഉഷാറാക്കാൻ പുനഃസംഘടനയില്ലാതെ തരമില്ല. പ്രവർത്തന മികവും പാർട്ടിയെ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കാൻ കാട്ടുന്ന മികവും നോക്കിയാകും നേതാക്കളെ KPCC ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരിക. ഒരു ജനറൽ സെക്രട്ടറിക്ക് 2 സെക്രട്ടറിമാർ എന്ന നിലയിലാകും പുനഃസംഘടന എന്നതിന് സാധ്യതയുണ്ട്. പ്രവർത്തന മികവില്ലാത്ത ജനറൽ സെക്രട്ടറിമാരെ ഒഴിവാക്കിയേക്കും. കാലങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന KPCC ട്രഷറർ സ്ഥാനത്തേക്കും ആളെ കണ്ടെത്തും. ജില്ലകളിലെ സംഘടനയെ വേണ്ട രീതിയിൽ ഊർജ്ജസ്വലമാക്കാത്ത DCC പ്രസിഡന്റുമാരെ മാറ്റണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. DCC തലത്തിൽ അഴിച്ചുപണിയുണ്ടായാൽ എല്ലാ ജില്ലകളിലെയും പ്രസിഡന്റുമാർക്കും ഭാരവാഹികൾക്കും മാറ്റമുണ്ടാകാനുള്ള സാധ്യതയും തള്ളാനാവില്ല. ഗ്രൂപ്പിനതീതമായാണ് പുനഃസംഘടനയെന്ന് പറയുന്നുണ്ടെങ്കിലും മുതിർന്ന നേതാക്കളുടെ അടക്കം അഭിപ്രായം പരിഗണിച്ചാകും അന്തിമ തീരുമാനമെടുക്കുക. BJPയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ പുനഃസംഘടനയിൽ പരിഗണിക്കും. KPCC തലത്തിൽ പാർട്ടി ചുമതലയും നൽകിയേക്കും. എന്തായാലും നാളെ ബെളഗാവിയിൽ ചേരുന്ന പ്രവർത്തക സമിതിയിൽ പാർട്ടി പുനഃസംഘടനയ്ക്ക് പരിധി നിശ്ചയിച്ചേക്കും. ഉച്ചകഴിഞ്ഞ് 2:30 തുടങ്ങുന്ന യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അധ്യക്ഷത വഹിക്കും. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യമുയർത്തി 27-ന് 11-ന് വമ്പൻ റാലിയും സംഘടിപ്പിക്കും. മഹാരാഷ്ട്ര, ഹരിയാന തോൽവികൾ പഠിക്കാൻ കമ്മീഷനെ വൈകാതെ നിയോഗിച്ചേക്കും. അംബേദ്കർ വിവാദത്തിലെ തുടർ നടപടികളും യോഗം തീരുമാനിക്കുമെന്നാണ് വിവരം. പ്രവർത്തക സമിതി അംഗങ്ങൾക്ക് പുറമെ സ്ഥിരം ക്ഷണിതാക്കൾ, പ്രത്യേക ക്ഷണിതാക്കൾ, PCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാക്കൾ, മുൻ മുഖ്യമന്ത്രിമാർ, പാർലമെന്ററി പാർട്ടി ഭാരവാഹികൾ തുടങ്ങി 200ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുക. കോൺഗ്രസിൽ സംഘടനാ പരിഷ്കരണത്തിന്റെ വർഷമായിരിക്കും 2025 എന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിൽ കൈക്കൊണ്ട 7 തീരുമാനങ്ങളിൽ 4 ഇതിനോടകം നടപ്പിലാക്കിയെന്നും വേണുഗോപാൽ പറഞ്ഞു. ശേഷിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആസൂത്രണം യോഗത്തിലുണ്ടാക്കും. BR അംബേദ്കറിനെതിരെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ നടത്തിയ വിവാദ പരാമർശത്തിലെ തുടർ പ്രതിഷേധ പരിപാടികളെക്കുറിച്ചും ചർച്ചയുണ്ടാകും. റാലിയിൽ ഉപയോഗിക്കുന്ന ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ എന്ന മുദ്രാവാക്യം പുതുവർഷത്തിൽ പ്രധാന മുദ്രാവാക്യമാക്കി ഉയർത്താനാണ് കോൺഗ്രസ് ശ്രമം.